എന്താണ് ശരിക്കും മെഡിറ്റേഷൻ? ഈ മെഡിറ്റേഷൻ എങ്ങനെയാണ് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്? അതിന്റെ മാനസികമായും, ശാരീരികമായും, ആത്മീയമായിട്ടും ഉള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ? ലോകത്തില് വളരെ അധികം ധ്യാന രീതികൾ നമ്മൾ കണ്ടുവരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഉദാഹരണത്തിലൂടെ പറയാം. നമുക്കൊരു പ്രോബ്ലം വരും. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രോബ്ലം വരുന്നു. മനസ്സിന് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ധ്യാനം ഉണ്ടെന്ന് കാണുന്നു. ഇപ്പോഴൊക്കെ ധ്യാനമൊക്കെ ഹൈടെക് ആണ്. ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെയൊക്കെയാണ് ധ്യാനം നടത്തുന്നത്, അല്ലാതെ നടത്തുന്നവരുണ്ട്. എവിടെ ആയിരുന്നാലും അവർക്ക് ഓരോരോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും, അതിലൊരു വ്യക്തതയൊക്കെ ഉണ്ടായിരിക്കും. ഒന്നിനെ നമുക്ക് മോശമെന്നോ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഓരോരുത്തർക്ക് അവരുടെ രീതിയിൽ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ എൻ്റെ അനുഭവത്തിലൂടെ വന്നത്, നമ്മളൊരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ധ്യാനത്തിലേക്ക് പോകുന്നു. ഒരു ധ്യാന സെന്ററിലേക്ക് എത്തുമ്പോൾ നല്ല ഒരു മനോഹരമായ ചെറിയ ഒരു സംഗീതം അവിടെ നിന്ന് ഒഴുകി വരും. ആ ഒഴുകി വരുന്നത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് കുറച്ച് ശാന്തത ഉണ്ടാകും, അല്ലെ? നല്ലൊരു സംഗീതം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ശാന്തത ഉണ്ടാകും. അടുത്ത് നമുക്ക് അവിടെ ചെന്നിട്ട് നല്ല ഒരു എനർജി ഡ്രിങ്ക് കിട്ടിയാലോ, ഒരു പൈനാപ്പിൾ ജ്യൂസ്, കുറച്ചുകൂടി ശാന്തത വന്നു. ചിലപ്പോൾ 2-3 ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും. നമുക്കവിടെ താമസിക്കാൻ പറ്റും. നല്ല പട്ട് മെത്തയൊക്കെ ആയിരിക്കും. അതേപോലെ ധ്യാനത്തിനിരിക്കാൻ നല്ല കുഷനൊക്കെ ആയിരിക്കും. നമ്മൾ അവിടെ നിന്ന് ധ്യാനമെല്ലാം കഴിഞ്ഞു. ധ്യാന ഗുരുക്കന്മാരുണ്ട്. പല രീതിയിലുള്ള ധ്യാന ഗുരുക്കന്മാരായിരിക്കും നമ്മുടെ ചുറ്റിലുമുള്ളത്. താടി വളർത്തിയവർ കാണും, ഭസ്മക്കുറിയിട്ടവർ കാണും, രുദ്രാക്ഷമുള്ളവർ കാണും, നല്ല വർണ്ണാഭമായ ചിത്രപ്പണികളോടുകൂടിയുള്ള രീതി. പല രീതിയിലുള്ള ധ്യാനങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഈ ധ്യാന രീതിയിൽ ഇവിടെ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ട്. ഈ ധ്യാന രീതിയിലെല്ലാം കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് തന്നെയാണ് വരുന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ ഒരാഴ്ച ധ്യാനം നല്ല രീതിയിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്നു, ഭാര്യയും ഭർത്താവുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നു, പ്രശ്നമാകുന്നു, കയ്യിരിക്കുന്ന ഗ്ലാസുകളെല്ലാം ആകാശത്തേക്ക് ഉയർന്നു പോയെന്ന് വരാം. അതോടുകൂടി അതുവരെ നമ്മൾ ആർജിച്ച ധ്യാന രീതികളെല്ലാം തടപുടഞ്ഞു പോകും. ഇത് ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. കാരണം അപ്പോൾ അവർ പറയും, ഇന്ന ധ്യാന രീതി എനിക്ക് അത്ര പറ്റുന്നില്ല, അടുത്ത വേറെ ഏത് ഗുരുവുണ്ട്. ഒരു ധ്യാന രീതിയിൽ നിന്നും മറ്റൊരു ഗുരുവിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. നമുക്ക് ധ്യാനത്തിന് വേണ്ടത് ഹാപ്പിനെസ് അല്ല. നമുക്ക് ധ്യാനത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. എനിക്ക് ഭസ്മക്കുറിയില്ല, ചന്ദനം ഞാൻ ഇട്ടിട്ടില്ല, കുങ്കുമം ഇട്ടിട്ടില്ല, ഞാൻ ഒരു മോതിരമോ ഒരു വളയോ ധരിച്ചിട്ടില്ല, ഒരു മാലയും ഇട്ടിട്ടില്ല. സാധാരണ വേഷമാണ്. പക്ഷെ എനിക്ക് ധ്യാനം എന്തെന്നുള്ളത് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കൃത്യമായി ധ്യാനം ചെയ്യുമ്പോൾ. കാരണം എന്തോന്നാണ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. ഒരു രൂപവുമില്ല. എൻ്റെ ആന്തരികമായിട്ടുള്ള ആത്മയുടെ രൂപമാണ് എനിക്കുള്ളത്. യഥാർത്ഥമായ ധ്യാനത്തിന് വേണ്ടത് ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ധ്യാന രീതി വേണോ നോക്കി നോക്കൂ. ഏത് ആനന്ദകരമായ, ഏത് സന്തോഷകരമായ അവസ്ഥയിലുള്ളതും പാട്ടോ എന്തോ കേൾക്കുക. ഓക്കെ, അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന ധ്യാനത്തില് 7 ദിവസത്തെ ക്ലാസ് ഞാൻ കൊടുക്കുമ്പോൾ ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നത്. കാരണം എല്ലാവരെയും ഒരിടത്ത് 7 ദിവസം കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ പാടാണ്. അതുകൊണ്ട് 7 ദിവസത്തെ ഓൺലൈൻ 1 മണിക്കൂർ വീതമാണ്. അത് ചില ദിവസം 1 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെ പോകാറുണ്ട്. അതിൽ ഞാൻ വീഡിയോ ഓൺ ചെയ്യാറില്ല, ഒരു സ്ലൈഡ് പോലും കാണിക്കാറില്ല, തുടങ്ങുമ്പോൾ ഒരു സംഗീതം പോലും ഞാൻ ഇടാറില്ല, ഞാൻ എന്നെ തന്നെ കാണിക്കാറില്ല. ഏറ്റവും 7ാമത്തെ ദിവസം മാത്രമേ ഞാൻ വീഡിയോ ഓൺ ചെയ്യത്തുള്ളൂ. അതുവരെ ഞാൻ റെക്കോർഡിംഗ് അല്ല, സ്വന്തമായിട്ട് ഇരുന്ന് പറയുകയാണ് ഓരോ കാര്യങ്ങൾ അവരോട്. അവർ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആണ്. ഏത് ധ്യാനം യഥാർത്ഥത്തിൽ വേണ്ടവർ.
സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ആയിരക്കണക്കിന് പേര് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. എന്തുകൊണ്ട്? കറക്റ്റ് ധ്യാനം അവരിലേക്ക് എവിടെ കൂടിയോ പാസ് ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായിരിക്കാം, അപൂർണമായിരിക്കാം. ചിലപ്പോഴൊക്കെ ചിലർക്ക് അത് എടുത്ത് കറക്റ്റായിട്ട് വരാനായിട്ട് ചില സമയങ്ങളൊക്കെ എടുക്കാം. ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നവരിൽ ചിലപ്പോൾ ഉടൻ തന്നെ മാറ്റം വന്നു എന്ന് വരാം. ഞാൻ കണ്ടുപിടിച്ച അതിൽ നിന്ന് എനിക്ക് അനുഭവത്തില് ആത്മീയതയ്ക്ക് ഞാൻ ഇന്നിപ്പോ ഒരു രുദ്രാക്ഷം ഇട്ടിട്ട് എനിക്ക് ആത്മീയത ഒരു ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് അത് എന്റെ ധ്യാനത്തിന് തടസ്സം തന്നെയാണ്. കാരണം ഇതെല്ലാം തന്നെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ശുദ്ധമായ ധ്യാനത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതിനെ നമുക്ക് കൃത്യമായി നമുക്ക് ഒരു പാത വെട്ടിക്കൊടുക്കാനുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അതിന്റെ കുറവ് നമുക്കുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തോന്നാണ്, മദ്യഷാപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആത്മീയമായിട്ടുള്ള പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സെന്ററോ വളരെ കുറവല്ലേ. നമ്മൾ പത്തെവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ചിലപ്പം 300 ബാർ ലൈസൻസ് കൊടുക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റും. എപ്പോഴെങ്കിലും 300 മെഡിറ്റേഷൻ സെന്ററിന് അനുമതി കൊടുക്കുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ മനോനിലയെ ഉയർത്തുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് മതി, അതിനെ പവിത്രതയോടുകൂടി കൊണ്ടുപോകുക. ഒരു വിളക്ക് തൂക്കിയാലും മതി. അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ മനോനിലയെ ഉയർത്തുന്ന വിദ്യാസ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ മനസ്സ് എപ്പോഴും അതിലത്തേക്ക് മാത്രം നിർത്തിക്കഴിഞ്ഞാൽ ഒരു ദുർചിന്തയും നമുക്ക് വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ്. അങ്ങ് സംസ്കൃത ബിരുദധാരി ആയതിനു ശേഷം ആണോ ഈ യോഗവാസിഷ്ടത്തിലേക്കും അതുപോലെ ബ്രഹ്മസൂത്രം അടങ്ങിയ പുസ്തകങ്ങളിലേക്കൊക്കെ പോയിട്ട് ഈ യോഗ എത്രത്തോളം ജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടും എന്നുള്ള സത്യം മനസ്സിലാക്കിയത്? അതിനെ കുറിച്ചിട്ട് കൂടുതൽ യോഗവാസിഷ്ടത്തെ കുറിച്ചിട്ടും യോഗത്തെ കുറിച്ചിട്ടും ഒക്കെ ഒന്ന് കൂടുതൽ പറയാമോ? അതില് ലക്ഷ്മിജി യോഗയെ കുറിച്ച് പറഞ്ഞു. ഞാൻ യോഗ ചെയ്യുന്നതിനെ കാട്ടി കൂടുതൽ മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചില ഈ ശ്രീബുദ്ധന്റെ പ്രഭാവം നിൽക്കുന്ന ചില രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ചക്ര മെഡിറ്റേഷന്റെ തത്വങ്ങളിലെ ഒരു ആധികാരികത, പൂർണ്ണമായിട്ടല്ല, ചിലതെല്ലാം കണ്ടിട്ട് നമ്മുടെ പാദങ്ങളുടെ അടിഭാഗത്തുള്ള ചക്രാസ്ഥാനങ്ങള് നമ്മുടെ കൈകളില്, അപ്പൊ അതില് യോഗ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആസനങ്ങളുമായിട്ട് ബന്ധമില്ല. നമ്മുടെ ശരീരവും മനസ്സും ഒരുമിച്ച് യോജിക്കുന്ന ഒരു ചേർച്ചയാണ് യഥാർത്ഥത്തിൽ യോഗ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ യോഗയൊക്കെ നമുക്ക് മറ്റൊരു തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേര് അതിനെ പുതിയ രീതിയിലുള്ള പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിലവരെല്ലാം ജനിക്കുന്നത് തന്നെ യോഗ ബോഡിയുമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ ഇന്ന് ചിലർ കൂടുതലും പേര് പഠിക്കാൻ പോകുന്നത് ഒരു 45-50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ബിപിയോ ഷുഗറോ ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ യോഗ പഠിക്കാൻ പോകുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം, അങ്ങനെ പഠിക്കാൻ പോകാനുള്ളതല്ല യോഗ. കാരണം ചില വിദേശ രാജ്യങ്ങൾ, ഞാൻ എവിടെയാണെന്ന് പറയുന്നില്ല, ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഒരു യോഗ ടീച്ചർ യോഗ പഠിപ്പിക്കണമെങ്കിൽ അവർ 20 പേരെ മാത്രമേ ഒരു ബാച്ചിൽ എടുക്കത്തുള്ളൂ. ആ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാകും, ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടാകും, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാകും, ഒരു ജനറൽ മെഡിസിൻ പ്രാക്ടീഷണർ ഉണ്ടാകും, അതേപോലെ യോഗാചാര്യനും ഉണ്ടാകും. അപ്പൊ മനസ്സിലായല്ലോ അതിന്റെ പൂർണ്ണത. കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. അവന് എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് നമുക്കറിയത്തില്ല. 20 പേര് വന്നു കഴിഞ്ഞാൽ 20 പേരെയും ഒരേപോലെ പഠിപ്പിക്കാനുള്ളതല്ല ആസനങ്ങൾ. കാരണം ഞാൻ എന്നൊരു വ്യക്തി ചെറുതിലെ ചിലപ്പോൾ നമ്മൾ കളിച്ചിട്ടുണ്ടായിരിക്കും, തലകുത്തി മറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ചെറുപ്പത്തിൽ തലകുത്തി മറിയുമ്പോൾ നമ്മുടെ കഴുത്തിന്റെ ആ ചെറിയ ഞരമ്പുകൾക്കെല്ലാം സംഭവിക്കുന്ന ക്ഷതങ്ങളൊന്നും നമുക്കറിയത്തില്ല.
ഇത് ചിലപ്പോൾ 40 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ആ അതായത് സമയത്തായിരിക്കും നെർവ് കംപ്രഷൻ ഉണ്ടായിട്ടുള്ള അതെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് വരാറുള്ളതെന്ന് നമ്മുടെ വരാറുള്ളത്. ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. ആ കറക്റ്റ്. സമയത്തായിരിക്കും നമ്മൾ യോഗ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യോഗാചാര്യൻ ഒരിക്കലും ഡോക്ടറല്ല, സൈക്കാട്രിസ്റ്റും അല്ല. ചിലപ്പോൾ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്താണ്, ഓരോ വ്യക്തികളുടെയും ആരോഗ്യ ഹിസ്റ്ററി നമ്മൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട്, അല്ലാതെ 20 പേര് വന്നു കഴിഞ്ഞാൽ 20 പേരെയും ശീർഷാസനം ചെയ്തു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? ഞാൻ യോഗ പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ആകെ ഒരു ദിവസമേ ശീർഷാസനം ഞാൻ ചെയ്തിട്ടുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ശീർഷാസനം ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തന്നെ ബോധ്യമായി. അതേപോലെ ചിലയിടത്ത് ആദ്യമേ തന്നെ ഇങ്ങനെ ജ്ഞാനമുദ്രയൊക്കെ പിടിപ്പിച്ചു നിർത്തും. ഇത് നമ്മുടെ ജ്ഞാനത്തിന്റെ അങ്ങേയറ്റത്തെ ഉന്നതമായിട്ടുള്ള ഒരു ലെവലിലേക്കുള്ള മുദ്രയാണ്. ഈ മുദ്ര പിടിക്കണമെങ്കിൽ, ഈ മുദ്ര പിടിക്കാനായിട്ട് യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ദശമുദ്ര എന്നുള്ള ആ മുദ്രകൾ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കാലം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ചില രീതികളാണ്. ഇതെല്ലാം ചിലവ് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ഇതിനോട് കൂടി കൂടുതൽ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അതായത് ഒരു ജ്ഞാനമുദ്ര പിടിക്കണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ആദ്യം ശുദ്ധീകരിക്കപ്പെടണം. കാരണം നമ്മൾ ജനിച്ച് ഇതുവരെ വന്നതിൽ പറയുന്ന അത്രയും കാലത്തെ ടോക്സിൻസ്, അന്തരീക്ഷത്തിലൂടെയുള്ള ടോക്സിൻസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയുള്ള ടോക്സിൻസ്, അതേപോലെ ചിന്തകളിലൂടെ വരുന്ന ടോക്സിൻസ്, ഇതെല്ലാം നമ്മിൽ അടിഞ്ഞിരിക്കും. ചില യോഗാചാര്യന്മാരെല്ലാം അതിനെയെല്ലാം ആയുർവേദ രീതികളൊക്കെ കൊണ്ട് ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്നവരൊക്കെ അപൂർവം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ യോഗ സെന്റേഴ്സ് ഒക്കെ നടത്തി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ ജ്ഞാനമുദ്ര പിടിക്കുന്നതിന് മുമ്പേ നമ്മൾ മുദ്രകളെ കുറിച്ച് അറിയണം. അപ്പോൾ യോഗ പഠിപ്പിക്കുന്നവരും മുദ്രകളെ കുറിച്ച് അറിയുകയും അതേപോലെ പഠിക്കാൻ വരുന്നവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ ജ്ഞാനമുദ്ര പിടിച്ചിട്ട് വരുന്ന ഒരാളിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ജ്ഞാനമുദ്ര എന്തിനാണ് പിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സാറ് പറഞ്ഞു, ഞാൻ പിടിച്ചു. അത് എന്തിനോ ഊർജങ്ങളൊക്കെ തങ്ങി നിൽക്കുന്നതാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പല രീതിയിൽ പറയും. അതായത് ജ്ഞാനമുദ്ര പിടിക്കുവാൻ അർഹത ഉണ്ടോവെങ്കിൽ അതിനു മുമ്പേ 9 മുദ്രകൾ നമ്മൾ കഴിയണം. ആദ്യം കഴിയേണ്ടത് ശുദ്ധീകരണ മുദ്രയാണ്. രണ്ടാമത് കഴിയേണ്ടത് പ്രാണമുദ്രയാണ്. മൂന്നാമത് കഴിയേണ്ടത് അപാനവായു മുദ്രയാണ്. അത് കഴിഞ്ഞ് 5 പഞ്ചഭൂത മുദ്രകൾ, അതായത് ആദ്യം വായുമുദ്ര, രണ്ടാമത് ആകാശമുദ്ര, മൂന്നാമത് ഭൂമിമുദ്ര, നാലാമത് ജലമുദ്ര, അഞ്ചാമത് അഗ്നിമുദ്ര. അപ്പൊ 8 മുദ്ര പൂർത്തിയാവും. അതിലൂടെയാണ് നമുക്ക് പൂർണ്ണമായ ശരീരത്തിലെ സന്തുലിതാവസ്ഥ, പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. നമ്മുടെ ആദികൾക്കും വ്യാധികൾക്കും കാരണമാകുന്നത് എന്തായിരിക്കും? നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. അസന്തുലിതമായ അവസ്ഥയാണ്. നമുക്ക് ജലത്തിന്റെ അംശം കൂടുതലാണെങ്കിൽ സൈനസ് വരും. നമുക്ക് അഗ്നിയുടെ അംശം കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, ഹൈപ്പർ തൈറോയിഡ് അഗ്നിമുദ്ര പിടിക്കാൻ പാടില്ല. കാരണം അഗ്നി കൂടുതലുണ്ട്. അപ്പൊ ജലമുദ്ര കൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. സൈനസ് കൂടുതലുള്ളവർക്ക് ജലമുദ്ര പിടിക്കാൻ പാടില്ല. അവിടെ അഗ്നിമുദ്ര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ 8 മുദ്രകളും കഴിഞ്ഞാൽ പങ്കജ മുദ്രയുണ്ട്. ഞാൻ മുദ്ര ഒന്ന് കാണിച്ചു തരാം. ശുദ്ധീകരണ മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലുകൾ നിലത്തുറപ്പിച്ചിരിക്കുക, നേരിട്ട് കസേരയിൽ ഇരിക്കാം. മടിയിൽ വെച്ചാണ് ചെയ്യേണ്ടത്, 2 കൈകളും കൊണ്ടാണ് ചെയ്യേണ്ടത്, മലർത്തി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു കൈ കൊണ്ട് കാണിച്ചു തരാം. കാരണം ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ലാസ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ മോതിര വിരലിന്റെ താഴെയുള്ള മൂന്നാമത്തെ രേഖയിൽ പെരുവിരലിന്റെ അഗ്രഭാഗം കൊണ്ട് മൃദുവായി സ്പർശിക്കുക. മറ്റു 4 വിരലുകൾ നിവർത്തിപ്പിടിക്കുക. 2 കൈ കൊണ്ടും ചെയ്യണം. ഇങ്ങനെ 20 മിനിറ്റ് 14 ദിവസം നമ്മൾ ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞ് 14 ദിവസം തുടർച്ചയായിട്ട് 20 മിനിറ്റ് വീതം ചെയ്യുമ്പോഴാണ്
നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണം നടക്കുന്നത്. നമ്മൾ ജപ്പാൻകാരെ കണ്ടിട്ടില്ലേ? ആരെങ്കിലും ടയർഡായിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഊർജ്ജസ്വലരല്ലേ? ഒരു മൂന്നാം കണ്ണില്ലേ എല്ലാവർക്കും നമ്മളിങ്ങനെ കാണുമ്പോൾ? വളരെ ആക്റ്റീവ്. കാരണം എന്താണ്? എന്നും മുദ്ര ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ശുദ്ധീകരണ മുദ്ര 14 ദിവസം ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ മലം, മൂത്രം, വിയർപ്പ് ഇതിന് വളരെയധികം ദുർഗന്ധമുണ്ടാകും. ശരീരത്തിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. 2-3 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മാറും. അല്പം വയറിളക്കം വരാം. യാത്രയൊക്കെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെറിയ തലവേദന വരാം. ഇതെല്ലാം നമ്മുടെ ടോക്സിൻസ് പുറത്തു പോകുന്നതിന്റെ ലക്ഷണമാണ്. ശുദ്ധീകരണ മുദ്ര 14 ദിവസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ബ്രേക്ക് എടുക്കണം. അടുത്ത് 7 ദിവസം പ്രാണമുദ്ര ചെയ്യണം. വീണ്ടും ഒരു ദിവസം ബ്രേക്ക് എടുക്കണം. വീണ്ടും അടുത്ത് അപാന മുദ്ര ചെയ്യണം. അപാന വായു മുദ്ര ചെയ്യണം. വീണ്ടും ഒരു ദിവസം ബ്രേക്ക് എടുക്കുമ്പോൾ ഒരു മാസം പൂർത്തിയാവും. അത് കഴിഞ്ഞ് പഞ്ചഭൂത മുദ്രകൾ ഓരോ മുദ്രയും 5 മിനിറ്റ് വീതം 28 ദിവസം 25 മിനിറ്റ് വീതം തുടർച്ചയായി ചെയ്യണം. അത് കഴിഞ്ഞ് 2 ദിവസം ബ്രേക്ക് എടുക്കണം. അപ്പോൾ 2 മാസം പൂർത്തിയാവും. അതിനുശേഷം പങ്കജമുദ്ര, അതായത് താമരമുദ്ര എന്ന് പറയും. ബോധ തലത്തെ ഉയർത്തുന്ന മുദ്ര. ഇങ്ങനെ വയ്ക്കുക. പെരുവിരലുകൾ തമ്മിൽ വിടരുത്, ചെറുവിരലുകൾ തമ്മിൽ വിടരുത്. മറ്റു വിരലുകളെ താമര വിരിയിക്കുന്നത് പോലെ വിരിയിക്കുക. നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക. ഇത് 14 ദിവസം ചെയ്യണം. അപ്പോൾ ബോധതലം ഉയർന്നു. അതായത് ശുദ്ധീകരണങ്ങളെല്ലാം കഴിഞ്ഞ് ബോധതലം നമുക്ക് ഉയർന്നു കഴിഞ്ഞു. അതിനുശേഷം അവസാനം ചെയ്യേണ്ട മുദ്രയാണ് ജ്ഞാനമുദ്ര. നമ്മുടെ ഈ കൈയുടെ ഇവിടെ വൃത്താകൃതിയിൽ തന്നെ വരണം. അതായത് ഈ വിരലിങ്ങനെ മടങ്ങി ഇങ്ങനെ പതിയെ. ഇത് ടെൻഷൻ അടിച്ച് ചെയ്യാന്നുള്ളതല്ല. വളരെ സ്വസ്ഥമായി ഇരുന്ന് മാനസികമായി നല്ല ഉണർവോടുകൂടി ചെയ്താലേ ഇതിന്റെ ഫലം ലഭിക്കത്തുള്ളൂ. ഇതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം 2 ദിവസത്തെ തിയറി ക്ലാസ്സുകളുണ്ട്. അതിനുശേഷമാണ് മുദ്രകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രാക്ടീസ് 2 മിനിറ്റ് മാത്രമേ ചെയ്യിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് 90 ദിവസം നമ്മൾ ചെയ്യാനായിട്ട് അതിനെ പ്രേരിപ്പിച്ച് അവർ ഹോംവർക്ക് ആയിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഓരോ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബന്ധപ്പെടണം. അപ്പോൾ മുദ്ര നിർത്തണം. കാരണം ഇപ്പൊ ആസ്മ ഉണ്ടായിരുന്ന ഒരാള് ആസ്മ മാറി, അദ്ദേഹം പങ്കജമുദ്ര ചെയ്യുകയാണ്. അപ്പൊ പങ്കജമുദ്രയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആസ്മ രോഗമുള്ളവർ ഈ മുദ്ര ചെയ്യരുത്. അപ്പോഴവർ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കുഴപ്പമില്ല, 3-ാം ദിവസം ആയിക്കഴിഞ്ഞാൽ ആസ്മ കൂടും. അപ്പോഴെപ്പോഴും ഒരു ഗുരുവിന്റെ അതായത് ഈ യോഗ പഠിക്കുമ്പോഴും അതേപോലെ യോഗ മുദ്രകൾ പഠിക്കുമ്പോഴും എപ്പോഴും ഗുരുവിന്റെ ഒരു സാമീപ്യം നമുക്കുണ്ടായിരിക്കണം. കാരണം 20 മിനിറ്റ് ചിലപ്പം തുടർച്ചയായിട്ട് നമുക്ക് പിടിച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ളവർ 10 മിനിറ്റ് പിടിച്ചിട്ട് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത 10 മിനിറ്റ് ചെയ്യാവും. പിന്നീട് മുദ്രകൾ ചെയ്യുമ്പോൾ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മുദ്ര ചെയ്യാവൂ. ലൈറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചായ ആണെങ്കിൽ പോലും അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ചെയ്യാവൂ. കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ചെയ്യാവൂ. ഇനി തലമുടി കൂടുതലുള്ളവരാണെങ്കിലോ, സ്ത്രീകൾക്ക് ചിലപ്പോൾ തലമുടി കൂടുതലുള്ളവർ കാണും, എങ്കിൽ അത് 1 മണിക്കൂർ വരെ നമുക്ക് അത് ഉണങ്ങാനായിട്ട് സമയം എടുത്തിട്ടേ ചെയ്യാവൂ. ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകളുണ്ട്. പിന്നെ ശ്വാസം വളരെ ക്രമമായും അല്പം ദീർഘമായും ശ്വസിച്ചുകൊണ്ട് വേണം നമുക്ക് ചെയ്യേണ്ടത്. കണ്ണുകൾ അടച്ചിരുന്ന് ചെയ്യുന്നതാണ് വളരെ ഉത്തമം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ മാനസിക നിലയും ഊർജ നിലയും ഒക്കെ നമുക്ക് മാറ്റേണ്ടതുള്ളത്. നമുക്ക് ഇതൊക്കെ ഒരു വർഷം പറഞ്ഞിരുന്നാലും തീരാത്ത അത്രയും കാര്യങ്ങൾ പുതിയതായി നമുക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ എപ്പോഴാണ് നമ്മളെ ഒരു ജീവന്റെ തുടിപ്പ് ഉണ്ടായതെന്ന് കേട്ടുകഴിഞ്ഞാൽ എന്ത് പറയും? ഈ പ്രപഞ്ചം ഉണ്ടായ കാലം മുതലേ നമ്മുടെ ജീവന്റെ തുടിപ്പുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന ക്ലാസ് ഇവിടെ നിന്ന് ഇത് പറയുന്നു. എന്റെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാണ് ഞാൻ ജനിച്ചത്. അവരുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നുകൊണ്ടാണ് അവരും ജനിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഞാനെന്നൊരു വ്യക്തി ജനിക്കാനായിട്ട് എനിക്ക് മുകളിൽ 2 പേര്, അതിന്റെ മുകളിൽ 4, 8, 16, 32, 64
128, 286, 512, 1024, 2048, 4000, 8000, 16000, 32,000, 64,000 ഇങ്ങനെ നോക്കുമ്പോൾ കോടാനുകോടി ജനങ്ങൾ നമുക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിൽ ശില്പികൾ ഉണ്ടായിരുന്നത് കാണാം, പണ്ടത്തെ രാജാക്കന്മാരുണ്ടായിരുന്നത് കാണാം, യോഗതലത്തിൽ ഉണ്ടായിരുന്നവർ കാണാം, നയതന്ത്രജ്ഞന്മാരുണ്ടായിരുന്നത് കാണാം, മന്ത്രിമാരും അതേപോലെയുള്ള ഇഷ്ടം പോലെ, അതേപോലെ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകയും ഇവിടെ ഉണ്ടായിരുന്നത് കാണാം. അവരുടെ എല്ലാം ആകെ തുകയാണ് നമ്മിലേക്ക് വരുന്ന വാസനകൾ, പൂർവജന്മ വാസനകൾ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ജനനം എടുക്കുമ്പോൾ ആദ്യത്തെ 5 മാസങ്ങൾ അവന് പൂർവജന്മ സ്മരണകൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ പതിയെ പതിയെ മാറിപ്പോകും. മാറി ആ കുഞ്ഞ് പുറത്തു വരുമ്പോൾ ചുറ്റിലുമുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെടും. നമ്മൾ എന്താണോ അവന് കൊടുക്കുന്നത് അതായിത്തീരും. നമ്മൾ നല്ല വാക്കുകളാണ് അവന് കൊടുക്കുന്നതെങ്കിൽ അവൻ്റെന്ന് നല്ല വാക്കുകൾ മാത്രമേ വരത്തുള്ളൂ. നമ്മൾ നല്ല ചിന്തകളിലേക്കാണ് അവൻ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ചിന്തകൾ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ വാക്ക്, ചിന്ത, പ്രവൃത്തി, കർമ്മം ഇതൊക്കെ ആ കുട്ടിയെ സ്വാധീനിക്കും. അത് തന്നെ 9 അവസ്ഥകളിലേക്കുള്ള സഞ്ചിത കർമ്മം മുതൽ ആഗാമികം വരെയുള്ള ചില പ്രവർത്തനങ്ങളാണ്. ആഗാമികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവും തിരിച്ചറിവും ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ മനോനിലയെ ഉയർത്തുവാനും ആത്മജ്ഞാനം ഉയർത്തുവാനും ഒക്കെ നമുക്കുള്ളത്. അങ്ങയുടെ ഗുരു ജ്യോതി എന്ന ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. അതിലൊരു ഗ്രൂപ്പില് ഞാനുമുണ്ട്. അതില് ഒരുപാട് അഹിന്ദുക്കളായിട്ടുള്ളവര് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഈ മുദ്ര തെറാപ്പിയും അതുപോലെ തന്നെ 7 ചക്ര മെഡിറ്റേഷനും എല്ലാം ചെയ്യുന്നതും അവര് ജ്യോതിഷം പഠിക്കുന്നതും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും കാണാനിടയായി. അങ്ങയുടെ ജ്യോതിഷ വീക്ഷണം പോലും വ്യത്യസ്തമാണ്. ഈ പറഞ്ഞതുപോലെ പാരമ്പര്യം എല്ലാം സൂചിപ്പിച്ചിട്ടാണ് അങ്ങ് അവിടെ വിവരണങ്ങൾ അടക്കം നൽകുന്നത് എന്ന് നേരിട്ട് കേൾക്കാൻ കുറെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ സാധിച്ചതാണ്. അതിനെ കുറിച്ചിട്ടൊന്ന് വിശദമായിട്ട് പറയാമോ? ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ജ്യോതിഷം പോലും അങ്ങ് കൈകാര്യം ചെയ്യുന്നത്. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? എവിടെയാണ് അങ്ങയുടെ ജ്യോതിഷാലയം? അതുകൂടി ഒന്ന് വിശദമാക്കാമോ? ഞാനൊരു ജ്യോതിഷാലയം ഇട്ടിരിക്കുന്നില്ല. പക്ഷെ പലരും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യമാണോ എങ്കിൽ അവരെ ഒഴിവാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഒരു ജ്യോതിഷപരമായിട്ട് ഇട്ടിരിക്കാനായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് എനിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ലേ ജ്യോതിഷത്തിന്റെ പ്രവചനങ്ങളൊക്കെ, എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നത് വിളിച്ച് പറയുക, സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിതരാവുക. പല നല്ല നല്ല റിസർച്ച് ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്ത് 50% യഥാർത്ഥ ജ്യോതിഷം ഒരു വ്യക്തിക്ക് സ്വന്തമായി അറിഞ്ഞാൽ ഒന്നുകിൽ അവൻ ഭ്രാന്തനാകും, അല്ലെങ്കിൽ അവൻ സ്വയം മരിക്കും. അല്ലേ? അതായത് 100% ജ്യോതിഷത്തെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ജീവിതം വളരെ തുലാമാണ്, അല്ലെ, തുച്ഛമാണ്. പക്ഷെ മഹർഷിമാര്, വരാഹമിഹിര ആചാര്യന്മാർ മുതൽ നമുക്ക് തന്നിരിക്കുന്നതോ അനന്ത കോടി അറിവുകളാണ് അവർ പകർന്നു വെച്ചിരിക്കുന്നത്. ഈ കോടി അറിവുകൾ നമ്മൾ എങ്ങനെയാ സ്വായത്തമാക്കുന്നത് ഈ ചെറിയ ഒരു ജീവിതം കൊണ്ട്? പക്ഷേ പ്രപഞ്ചത്തിലെ ശക്തികൾ, അതായത് ഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ആ സ്വാധീനിക്കുന്നത് നമുക്ക് 5 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കാം. പക്ഷെ അവിടെ ഞാൻ പഠിപ്പിക്കുന്നത് ഒരാളെയും ജ്യോതിഷിയാക്കാനുള്ള ഒരു പഠനമല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറയുന്നുണ്ട്, ജ്യോതിഷിയാകാനാണെങ്കിൽ എന്റെ ക്ലാസ്സിലേക്ക് വരണം. പക്ഷെ അന്ധവിശ്വാസം ഇല്ലാതാക്കണമെങ്കിൽ എന്റെ ക്ലാസ്സിലേക്ക് വന്നാൽ മതി. കാരണം നമ്മൾ പറ്റിക്കപ്പെടരുത്, അല്ലേ? ആ രീതിയിൽ ഒരാൾ കേട്ടു, എനിക്ക് അംഗവൈകല്യമുണ്ട്, ജ്യോതിഷം പഠിക്കാമോ? ഞാൻ കേട്ട്, മനസ്സിന് വൈകല്യം ഉണ്ടെങ്കിൽ പഠിക്കരുത്. എന്റെ ഉത്തരവാദിത്തമായിരുന്നു. മനസ്സിന് വൈകല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കരുത്. അംഗവൈകല്യം ജ്യോതിഷത്തിന് ഒരു തടസ്സമല്ല.
നിങ്ങളുടെ മനോനില ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളെല്ലാം ചിലതൊക്കെ ഞാൻ എഴുതിയിട്ട് ആ ഒരു പഠനമാണ് ഞാൻ ആദ്യം ആമുഖമായിട്ട് എന്റെ ജ്യോതിഷ ക്ലാസ്സിൽ കൊടുക്കുന്നത്. കാരണം ജ്യോതിഷം വളരെ നല്ലതാണ്, യഥാർത്ഥ ജ്യോതിഷം. കാരണം നമ്മൾ ജനിക്കുന്ന ഒരു സമയത്ത് സൂര്യാദി ചന്ദ്രന്മാരുടെ ഒരു പ്രഭാവലയം ഉണ്ട്. അത് ചിലപ്പോൾ ചില അവസ്ഥകളിൽ ഹൈ ആയിരിക്കാം, ഡൗൺ ആയിരിക്കാം. ഇപ്പൊ കറുത്ത വാവ് വെളുത്ത വാവ് എന്നുള്ള പ്രതിഭാസമൊക്കെ വരുന്നു. നമുക്കറിയാമോ, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വെളുത്ത വാവിനെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്, അല്ലേ? പൗർണമി പൂജ. കറുത്ത വാവിനെ വേറെ അല്പം ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മളെല്ലാം നോക്കിക്കാണുന്നത്. യഥാർത്ഥം നമുക്ക് അങ്ങനെ കാണാൻ പാടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ഉള്ളിലേക്ക് നോക്കുക. നമുക്ക് എപ്പോഴും പൂർണ്ണത കൈവരിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ മാത്രമല്ലേ നമുക്ക് കറുത്ത വാവിനെ ആ രീതിയിലല്ലോ. അപ്പം നമ്മൾ കറുത്ത വാവ് വരുമ്പോഴും നമ്മൾ അതിനെയും നമ്മൾ ഉൾക്കൊള്ളണം, വെളുത്ത വാവ് വരുമ്പോഴും ഉൾക്കൊള്ളണം. ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ഉണ്ടായിരുന്നു ഞാൻ കണ്ടുപിടിച്ചത് എന്റെ ജ്യോതിഷ പഠനകാലത്ത്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ദുരന്തമുണ്ടായത് ഒരു പൗർണമി ദിവസം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുരന്തം എന്നായിരുന്നു? 2004 സുനാമി അടിച്ച ഡിസംബർ 26. അന്ന് ഞാൻ ആ ദുരന്തം നേരിട്ട് കണ്ട ഒരാളാണ് കന്യാകുമാരിയില്. അന്ന് ഒരു പൗർണമി ദിവസമായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നിനെ നമുക്ക് തള്ളാനോ കൊള്ളാനോ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ജ്യോതിഷത്തില് ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരു മനുഷ്യനെ കൃത്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ എന്റെ അടുത്ത് വരുന്ന ഒരു അനുഭവം കൊണ്ടുവരുന്ന ഒരാളിന്റെ കൂടെ നമുക്ക് ആ ജാതകത്തിലുള്ള എല്ലാം വെട്ടി തുറന്ന് പറയാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ. കാരണം ചില ആളുകളുടെ മനസ്സിന്റെ അവസ്ഥ വളരെയധികം നൈർമല്യമായിരിക്കും. അവർക്ക് മനസ്സൊന്നും താങ്ങാൻ പറ്റത്തില്ല. അപ്പം അവരുടെ കൂടെ എങ്ങനെയാണ് നമ്മൾ ജ്യോതിഷം പറയേണ്ടത്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ സ്വാധീനിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. അപ്പൊ ആ ജാതകത്തില് ചന്ദ്രൻ ബലമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ചന്ദ്രൻ ബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കട്ടിയായിട്ടുള്ള കാര്യം ആളിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഭ്രാന്തമായി പോകും, എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ. അപ്പൊ ജ്യോതിഷം നോക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ ജ്യോതിഷം നോക്കിയിരുന്നാലും ഒരു മനുഷ്യന് വിധിച്ചിട്ടുള്ള ഒരു വിധി എന്നൊരു ഇതുണ്ട്. അത് ഈ ജ്യോതിഷവുമായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നടക്കും. അല്ലെങ്കിൽ ഇത്രയും കുടുംബ കോടതികൾ ഉണ്ടാവില്ലായിരുന്നല്ലോ, അല്ലെ? ഇതിനെ എല്ലാം ഒരിടത്തിരുന്ന് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നുവെങ്കിൽ. അതായത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി എങ്ങനെയാണ്? നാം സ്വയം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്ലിയർ പാതയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുടുംബ കോടതികളുടെ എണ്ണം കുറയും, അല്ലെ? പക്ഷെ ആ വിവേകം നമുക്ക് ഉണ്ടാകണം. ആ വിവേകം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജ്യോതിഷം എന്താണ്, നമ്മുടെ ജാതകത്തിലുള്ള സ്ഥിതി ഇതാണ്, ഇത് ഇങ്ങനെ നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ അംഗീകരിക്കുക. അതിനെ അംഗീകരിച്ചിട്ട് സമാധാനപൂർവം അതിനുള്ള റെമഡീസ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എടുത്ത് ചാട്ടാൻ ചാടി നമ്മൾ പോകുന്നതല്ല. അത് കുറച്ചു കാലത്തെ അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ആ രീതിയിൽ ജ്യോതിഷം എന്നുള്ളത് കൃത്യമായ ഒരു ശാസ്ത്രമാണ്, 100% സത്യമായിട്ടുള്ള ശാസ്ത്രമാണ്. കൈകാര്യം ചെയ്യുന്നവരിൽ ഇന്നത്തെ കാലത്ത് ബഹുഭൂരിഭാഗം പേരും അതിനെ മറ്റൊരു തലത്തിലേക്കാണ് കൈകാര്യം ചെയ്യുന്നതായി കണ്ടിട്ടുള്ളത്. പക്ഷെ നല്ല രീതിയിൽ ഇപ്പോഴും ആ ജ്യോതിഷം നല്ല രീതിയിൽ നടത്തുന്ന അനവധി പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ജ്യോതിഷം പഠിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ തന്നെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ആകാം, അതുകൊണ്ട്
ജ്യോതിഷം എന്നുള്ളത് സമുദ്രത്തെക്കാളും ആ ഒരു ലെവലിലുള്ളതാണ്. നമ്മൾ ഒരു കുടം വെള്ളം എടുക്കുന്നത് പോലെ ചിലപ്പോൾ 7 വർഷമൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു സാധാരണ ഒരു നോളജ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ പോലും ഒരു 7 വർഷത്തെ ഒരു സാധന നമുക്ക് ആവശ്യമാണ്. നമുക്കല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതായത് നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു കാണാം. സ്ട്രെങ്ത് നമുക്കുണ്ടായിരിക്കും. ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്ന് വരും. എന്തുകൊണ്ടാണ്? നമ്മുടെ വീക്ക്നെസ് അതിൽ കയറി വരും. വീക്ക്നെസ് സ്ട്രെങ്തിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും തട്ടും. അതേപോലെ ത്രെഡ്സ് ഉണ്ട്. ഭീഷണിയായിട്ടുള്ള വികാരങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ പേപ്പർ എടുക്കുക. ഒരു പേപ്പറിൽ സ്ട്രെങ്ത് ഹെഡ്ലൈൻ കൊടുക്കുക. രണ്ടാമത്തെ പേപ്പർ എടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് ഹെഡ്ലൈൻ കൊടുക്കുക. മൂന്നാമത്തെ പേപ്പർ എടുക്കുക, വീക്ക്നെസ് ഹെഡ്ലൈൻ കൊടുക്കുക. നാലാമത്തെ പേപ്പർ എടുക്കുക, ത്രെഡ്സ് ഭീഷണിയായിട്ടുള്ള വികാരങ്ങൾ കൊടുക്കുക. അഞ്ചാമത്തെ ഒരു പേപ്പർ എടുക്കുക, അവിടെ സ്കിൽസ് എഴുതുക. എന്നിട്ട് ഓരോ പേപ്പറിലും നമ്മൾ തന്നെ എഴുതുക, നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതാവസ്ഥ കൊണ്ട് നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ആണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നു, നമ്മൾ ഏതെല്ലാം നേടി, ഏതെല്ലാം നമ്മൾ കളഞ്ഞു. അതേപോലെ നമുക്ക് എന്തെല്ലാം വീക്ക്നെസ് ഉണ്ട്. നമ്മൾ ഉറങ്ങുന്നത്, പകൽ ഉറങ്ങുന്നത് വീക്ക്നെസ് ആണ്. അതേപോലെ എന്ത് വീക്ക്നെസ് ആകട്ടെ അതെല്ലാം എഴുതുക. വേറെ ആരെയും കാണിക്കണ്ട, നമ്മൾ സ്വന്തമായിട്ട് എഴുതിയാൽ മതി. അഞ്ചാമത്തെ ത്രെഡ്സ്, ഭീഷണിയായി നിൽക്കുന്ന വികാരം. അത് നമ്മൾ നല്ല ഡ്രൈവിംഗ് പഠിച്ചു, നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് ഒരു അപ്പൂപ്പ അവിടെ എന്ന് പറയുന്നത്, ഇന്നലെ ഇതേപോലെ പോയ ഒരാളാണ് ആ മരത്തിൽ ചെന്ന് ഇടിച്ചു നിൽക്കുന്നത്. അതോടുകൂടി നമ്മൾ ഡൗൺ. അപ്പൊ അതെഴുതുക. ഇനി നമുക്ക് ഇതെല്ലാം അല്ല, എന്തെങ്കിലും നമുക്കൊരു സ്കിൽസ് ഉണ്ടോ? ഇപ്പൊ എന്റെ സ്കിൽസ് ഞാൻ കണ്ടുപിടിച്ചത്, എനിക്ക് മെഡിറ്റേഷൻ എന്നുള്ള സ്കിൽസ് ആണ് എനിക്കുള്ളത്. അത് ഞാൻ കണ്ടെത്തിയ ഒരു ഇതാണ്. അപ്പം എന്റെ മെഡിറ്റേഷൻ അല്ല ഇത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ആ മോശമാണ് എന്ന് പറയുന്നത് എന്നെ ബാധിക്കത്തില്ല. ഇനി ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിനെ തിരുത്തുവാൻ നമ്മൾ തയ്യാറാകണം. തീർച്ചയായും അത് അംഗീകരിക്കാനും തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മൾ തെറ്റ്, നമുക്ക് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ എന്തെങ്കിലും പറയാൻ പോകരുത്. അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം, അതിലൂടെ നമുക്ക് എന്തൊന്ന് വീണ്ടും നോളജ് കിട്ടും. ആ ഒരാൾ നമുക്കൊരു അറിവിലേക്കുള്ള ഒരു വഴികാട്ടിയാവും പറയുന്നത്. അപ്പൊ എവിടെയും നമുക്ക് ഭവ്യതയായിട്ട് നിൽക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഭവ്യത കാണിക്കണം. നമ്മൾ ഊർജ്ജസ്വലമായി നിൽക്കേണ്ട സ്ഥലത്ത് ഊർജ്ജസ്വലമായി തന്നെ നിൽക്കണം. ഏത് പ്രതിബന്ധങ്ങളെയും നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാനുള്ള, ജീവിതത്തിൽ ഒരുപാട് ചിലപ്പോൾ പോരായ്മകളോ തെറ്റുകളോ ഒക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്നലെ വരെ സംഭവിച്ചതിനെ നമ്മൾ നോക്കണ്ട. ഇന്ന് മുതൽ നമ്മൾ ഒരു ചിട്ടയായ ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണോ എങ്കിൽ അവിടെ ജ്യോതിഷവും ധ്യാനവും യോഗയും എല്ലാം തന്നെ എന്നുള്ളതിൽ പൂർണ്ണമായും ഉത്തമമായിട്ട് നമുക്ക് എടുക്കാം. ആ ഒരു രീതിയിലാണ്. എന്തായാലും അങ്ങ് ജ്യോതിഷത്തെ കാണുന്നതും അത് അവതരിപ്പിക്കുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്.